എക്സൽ ഓൺലൈൻ സെൻട്രൽ സ്കൂളിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ എക്സൽ ഓൺലൈൻ സെൻട്രൽ സ്കൂളിലൂടെ പല കാര്യങ്ങൾ പഠിച്ചു വരികയായിരുന്നു. നിങ്ങളെല്ലാവരും ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പുതിയ അധ്യായത്തെപ്പറ്റി, പുതിയൊരു പുസ്തകത്തെ പറ്റിയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളായിട്ട് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഞങ്ങളുടെ ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നന്നായി സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ ഓരോരോ അധ്യായങ്ങൾ പഠിച്ചു വരികയായിരുന്നു. ഈ ആഴ്ചയിലും നമ്മൾ പുതിയൊരു പുസ്തകത്തെപ്പറ്റി നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏത് പുസ്തകമാണ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലേ? ഓക്കെ, യോശുവയുടെ പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ യോശുവയുടെ പുസ്തകത്തിൻ്റെ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അനുസരണത്താലും വിശ്വാസത്താലും എന്തുണ്ടെന്ന വിജയം നേടാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത, അല്ലെ ഒരു നേർവിപരീതമായ ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അനുസരണക്കേട് മൂലമുണ്ടാകുന്ന തകർച്ചയെപ്പറ്റി ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ ജഡ്ജസ് എന്ന ഈ ബുക്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 17 ന്യായാധിപന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരു പ്രവാചകയെ പറ്റി പറയുന്നുണ്ട്, ഒരു പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഒരു ദുർഘടമായ, അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ അനുഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ ജനതയുടെ ഒരു ഉയർച്ച താഴ്ചകളെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനത നല്ല രീതിയിൽ കയറി വരുമ്പോൾ അവർക്ക് തോന്നുന്ന രീതിയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ഉടനെ ദൈവം ഇവരെ ശിക്ഷിക്കുവാനായി ശത്രുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വീണ്ടും ഇവർ ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ശത്രു ഇവരെ ഡൊമൈൻ ചെയ്ത് ഇവരെ അടിമത്തത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് കഴിയുമ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും നിലവിളിക്കുകയാണ്, കർത്താവെ ഞങ്ങളെ വിടുവിക്കണം, ദൈവമേ ഞങ്ങളെ വിടുവിക്കണം. ഉടനെ ആ നിലവിളി കേട്ട് ഇസ്രായേൽ ജനത്തോട് കരുണ തോന്നി വീണ്ടും ഈ ജനത്തെ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇങ്ങനെ തന്നെ ഏകദേശം ഒരു 6 സീക്വൻസുകളായിട്ട് പല തലമുറ, ഇസ്രായേലിൻ്റെ പല തലമുറകൾ അധപ്പതിച്ചു പോകുന്നു. അവിടെ നിന്നും കരകയറ്റി കൊണ്ടുവരുന്നു. വീണ്ടും അടുത്ത തലമുറ വീണ്ടും പാപം ചെയ്ത് അകന്നു പോകുന്നു. വീണ്ടും അവരെ പിടിച്ച് നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു കയറ്റി ഇറക്കൽ അവസ്ഥകളാണ് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം. ഈ പുസ്തകത്തിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ദൈവിക വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവിക വ്യവസ്ഥകൾ അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് അവർ നന്മ പ്രാപിക്കും, അവർ കൈവിടപ്പെട്ടു പോകുകയില്ല എന്നുള്ളൊരു ആശയമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കൈമാറപ്പെടുന്നത്. ഇന്ന് പോൽക്കാലം എൻ്റെ ഈ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ പങ്കെടുക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം? അനുസരണത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാന വിവരണങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നും അതുപോലെ തന്നെ അനുതപിക്കുന്നവരോട് ക്ഷമിക്കുമെന്നും
താനുമായുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അപ്പം ദൈവം പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുമെന്നുള്ളത് നിശ്ചയമായും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ പാപം ചെയ്യുന്നവരെ കൈവിട്ട് കളയല്ല, അവരെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനും കൂടി ദൈവം ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ശമൂവേലാണ് എന്ന് ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചിലർ പറയുന്നു ഇത് ശമൂവേലിൻ്റെ ശിഷ്യന്മാരിൽ ആരോ ഒരാൾ എഴുതിയതായിട്ടും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അനോണിമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ പുസ്തകത്തിൻ്റെ ഒരു മേജർ ഭാഗവും ശമൂവേലിൻ്റെ ഒരു വലിയ ഒരു മേൽനോട്ടത്തിലാണ് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട വാക്യം അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രധാനപ്പെട്ട വാക്യമായിട്ട് വരുന്നത്. അത് 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ആകപ്പാടെയുള്ള ഒരു പ്രമേഹം എന്ന് പറയുന്നത്. ഒരു ലീഡർ ഇല്ലാത്ത ഒരു ജനത, അത് എന്താ പറയുന്നത്, അതുകൊണ്ട് തന്നെ ആളുകൾ എന്താണ് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരവരെ എന്താ പറയുന്നത് ഇഷ്ടമുള്ള നിലയിൽ ഇടപെടുന്ന ഒരു രീതിയായിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകത്തിൽ പ്രധാനമായും ദാനിയേൽ, അതുപോലെ ഏഹൂദ്, അതുപോലെ ദെബോര, പിന്നെ ഗിദയോൻ, അബിമലേക്ക്, യിഫ്താഹ്, ശിംശോന്, അതുപോലെ ദലീല. ഇത്ര ആളുകളാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലിലെ ഒന്നാമത്തെ ആഭ്യന്തര യുദ്ധം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകമെന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് അതിൻ്റെ ഒരു നാമധേയം അല്ലെങ്കിൽ ആ ഒരു നാമം വന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. എബ്രായ ബൈബിളിൽ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേരിൻ്റെ മലയാള പരിഭാഷ തന്നെയാണ് ന്യായാധിപന്മാർ എന്ന് പറയുന്നത്. എബ്രായ ബൈബിളിൽ ഈ പുസ്തകത്തിൽ ഷോഫെത്തീൻ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥവും വരുന്നതും ന്യായാധിപന്മാർ എന്ന് തന്നെയാണ്. ന്യായാധിപന്മാർ അതുപോലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ രക്ഷകർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പുതിയ നിയമത്തിലേക്ക് ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്രീറ്റായി എന്നുള്ള ഒരു പദമാണ്. അതിൻ്റെ തർജ്ജിമ വരുന്നതും ന്യായാധിപന്മാർ എന്ന് തന്നെയാണ്. അപ്പോൾ തന്നെ അതിന് പരാജയത്തിൻ്റെ പുസ്തകം എന്നുകൂടി ഈ പുസ്തകത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ ചിത്രിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അവസ്ഥയ്ക്ക് ദൈവജനത്തിൻ്റെ അവസ്ഥയ്ക്ക് നേർവിപരീതമായ ഒരു അവസ്ഥയെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ മൊത്തത്തിൽ പറയപ്പെടുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ എന്താണോ പറയുന്നത് അതിന് നേർവിപരീതമായ സംഭവ വികാസങ്ങളാണ് ഈ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത്, ന്യായാധിപന്മാരിലെ മർമ്മപ്രധാനമായ പദം എന്ന് പറയുന്നത് വിശ്വാസത്യാഗം എന്നുള്ള ഒരു പദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒത്തിരി ഏറ്റക്കുറച്ചിലുകൾ. ദൈവജനം എന്താ പറയുന്ന പാപം ചെയ്ത് അകന്നു പോകുന്നു, വീണ്ടും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ മനുഷ്യര് പാപം ചെയ്ത് അകന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ മർമ്മപ്രധാനമായ വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ, അതുപോലെ 21-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം എന്നിവയാണ് ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തെ ചിത്രീകരിക്കുന്ന പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ എന്ന് പറയുന്നത്.
ഈ പുസ്തകത്തിന് ഒന്ന് വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ പുസ്തകത്തിൽ 7 വിശ്വാസ ത്യാഗങ്ങളെപ്പറ്റി കാണുവാൻ കഴിയുന്നു, 7 അടിമത്തങ്ങളെപ്പറ്റി കാണുവാൻ കഴിയുന്നു, 7 വിജാതീയ ശക്തികൾ കാണുവാൻ കഴിയുന്നു, 7 വിമോചനങ്ങൾ എന്നിങ്ങനെ വിശകലനം ചെയ്യുവാനായിട്ട് നമുക്ക് ഈ പുസ്തകത്തെ കഴിയുന്നതാണ്. വിശ്വാസത്യാഗത്തിൻ്റെ ഓരോ കാലഘട്ടത്തെയും പാപം, അടിമത്തം, നിലവിളി, വിമോചനം എന്നീ 5 ശാഖകളോട് കൂടിയ ഒരു സംഭവ ചക്രമായി നമുക്കിതിനെ ഈ പുസ്തകത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? യെരിഹോവുമാണ്, അതുപോലെ ഹാസോർ, അതുപോലെ മൊരേക്കുന്ന്, അതുപോലെ ഷേഖേം, തിമ്ന, സോരേക്ക് താഴ്വര, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകളാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. സത്യവേദ പുസ്തകത്തിലെ 7ാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ ഏകദേശം 21 അധ്യായങ്ങളുണ്ട്, അതുപോലെ 618 വാക്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചരിത്രപരമായ വാക്യങ്ങൾ 585 എണ്ണമുണ്ട്, നിവർത്തിയായ പ്രവചനങ്ങൾ 33 എണ്ണമുണ്ട്, ചോദ്യങ്ങൾ 92 എണ്ണമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 23 എണ്ണമുണ്ട്, അതുപോലെ ആജ്ഞകൾ 71 എണ്ണം, അതുപോലെ മുന്നറിയിപ്പുകൾ 26 എണ്ണമുണ്ട്, വാഗ്ദാനങ്ങൾ 5 എണ്ണം. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ഒരു സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തോട് ജനം മത്സരിക്കുന്ന ഒരു മനോഭാവമുള്ളവരായി മാറുന്നു. ദൈവത്തോട് അകന്ന് ദൈവം പാപത്തിൽ കിടന്ന അല്ലെങ്കിൽ അടിമത്തത്തിൽ കിടന്നവരെ വീണ്ടെടുത്ത് അവരെ നല്ല സ്ഥിതിയിലേക്ക് എത്തിച്ചതിന് ശേഷം മറ്റൊരു തലമുറ വരുമ്പോൾ വീണ്ടും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു പ്രവണത ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ, ഈ പുസ്തകം നമ്മളെ ഈ അനുസരണക്കേടിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി കാണിച്ചു തരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. അനുസരണക്കേട് കാണിച്ചാൽ നാം ദൈവസന്നിധിയിൽ നിന്ന് മാത്രമല്ല മൊത്തത്തിൽ തകർന്ന് അടിഞ്ഞു പോകും. ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് അത് തന്നെയായിരുന്നു. ഇസ്രായേൽ ജനത അനുസരിക്കാതെ മത്സരിക്കുന്ന ഒരു തലമുറയായി മാറിയപ്പോൾ ഈ അടിമത്തത്തിലേക്കും ഡൊമൈൻ ചെയ്യപ്പെടാനും ഒക്കെ ആയിട്ട് ഈ ജനത മൊത്തത്തിൽ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ ദൈവ മക്കളാണെങ്കിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അനുസരണമുള്ളവരായിത്തീരുക. ഈ പുസ്തകങ്ങളെല്ലാം യോശുവയുടെ പുസ്തകമാണെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകമാണെങ്കിലും നമ്മളെ ആഹ്വാനം ചെയ്യുന്ന, അല്ലെ നമ്മളെ ആക്കിച്ച് തരുവാൻ ശ്രമിക്കുന്ന ഒരാശയം അനുസരണമുള്ള ഒരു തലമുറയായി തീരുക എന്നുള്ള ഒരു ആശയമാണ്. നമുക്കും ആ നിലയിൽ ഒരു നല്ല അനുസരണമുള്ള തലമുറയായി തീരാം. അതിനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യം, ഈ പുസ്തകങ്ങളെല്ലാം വളരെ ലളിതമായിട്ടും വളരെ ചുരുക്കത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ നിലയിൽ ഈ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തെ പറ്റി കൂടുതലായി മനസ്സിലാക്കുവാൻ, അത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. പിന്നെയും കർത്താവേ, തിരുവചനം പഠിപ്പാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായ സ്തോത്രം ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, പരിപാലിക്കണം. പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നവരായി ഒരു അനുസരണമുള്ള തലമുറയായി ഞങ്ങളെ തീർക്കണം. എല്ലാ വിഷയങ്ങളെയും സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായിട്ട് സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങിക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും ദൈവം എല്ലാവരെയും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബൈ.